PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ 100 മുൻവർഷ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. പിന്നെ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് ഏതാഘോഷമാണ്? ഹോളി. നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് ഹോളിയാണ്. ഭരതനാട്യം എന്ന നൃത്തരൂപം എവിടെ ഉത്ഭവിച്ചതാണ്? ഭരതനാട്യം എന്ന നൃത്തരൂപം എവിടെ ഉദ്ഭവിച്ചതാണ്? തമിഴ്നാട്. കറൻസി രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് എവിടെയാണ്? നാസിക്. കറൻസി രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് എവിടെയാണ്? നാസിക്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം? കൊച്ചി. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം കൊച്ചി. ആറന്മുള കണ്ണാടി എന്ത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലോഹം. ആറന്മുള കണ്ണാടി എന്ത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലോഹം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യയിലെ ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാല്. ഇന്ത്യയുടെ ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാല്. ചെസ്സിലെ ഓസ്കാർ ട്രോഫി നേടിയ ഇന്ത്യൻ താരം? വിശ്വനാഥൻ ആനന്ദ്. ചെസ്സിലെ ഓസ്കാർ ട്രോഫി നേടിയ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദ്. 2001 സെൻസസ് അനുസരിച്ച് ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 2001 സെൻസസ് അനുസരിച്ച് ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല എറണാകുളം. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല എറണാകുളം. മന്ദരോഗം പരത്തുന്നത് ഏത് ജീവിയാണ്? കൊതുക്. മന്ദരോഗം പരത്തുന്നത് ഏത് ജീവിയാണ്? കൊതുക്. കേരളത്തിലെ സംസ്കൃത സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കാലടി. കേരളത്തിലെ സംസ്കൃത സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കാലടി. മാറാട് കലാപം ഉണ്ടായത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. മാറാട് കലാപം ഉണ്ടായത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS. കറൻസി നോട്ടിൽ ആരുടെ കയ്യൊപ്പാണുള്ളത്? റിസർവ് ബാങ്ക് ഗവർണർ. കറൻസി നോട്ടിൽ ആരുടെ കയ്യൊപ്പാണുള്ളത്? റിസർവ് ബാങ്ക് ഗവർണർ. വിവാദമായിരിക്കുന്ന പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പാലക്കാട്. വിവാദമായിരിക്കുന്ന പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പാലക്കാട്. എൻഡോസൾഫാൻ കീടനാശിനി തളിച്ചത് മൂലം വ്യാപകമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എവിടെയാണ്? കാസർഗോഡ്. എൻഡോസൾഫാൻ കീടനാശിനി തളിച്ചത് മൂലം വ്യാപകമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എവിടെയാണ്? കാസർഗോഡ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. നാരങ്ങയിലും ഓറഞ്ചിലും കാണപ്പെടുന്ന വിറ്റാമിൻ C. നാരങ്ങയിലും ഓറഞ്ചിലും കാണപ്പെടുന്ന വിറ്റാമിൻ C. മഞ്ഞപ്പിത്തം പ്രധാനമായും ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. മഞ്ഞപ്പിത്തം പ്രധാനമായും ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് സൂര്യൻ. ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് സൂര്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഫ്ലമിംഗ്. ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഫ്ലമിംഗ്. ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷിശാസ്ത്രജ്ഞൻ സലിം അലി. ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷിശാസ്ത്രജ്ഞൻ സലിം അലി. ഏത് അവയവം തകരാറിലാകുമ്പോഴാണ് പ്രമേഹമുണ്ടാകുന്നത്? പാൻക്രിയാസ് ഗ്രന്ഥി. ഏത് അവയവം തകരാറിലാകുമ്പോഴാണ് പ്രമേഹമുണ്ടാകുന്നത്? പാൻക്രിയാസ് ഗ്രന്ഥി. വെള്ളം തണുത്തിരിക്കുന്നത് ഏത് തരം പാത്രത്തിൽ സംഭരിക്കുമ്പോഴാണ്? മൺപാത്രം. വെള്ളം തണുത്തിരിക്കുന്നത് ഏതുതരം പാത്രത്തിൽ സംഭരിക്കുമ്പോഴാണ്? മൺപാത്രം. ബാരോമീറ്റർ എന്തളക്കാൻ ഉപയോഗിക്കുന്നു? അന്തരീക്ഷ മർദ്ദം. ബാരോമീറ്റർ എന്തളക്കാൻ ഉപയോഗിക്കുന്നു? അന്തരീക്ഷ മർദ്ദം. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കൂടിയ ജീവി നീലത്തിമിംഗലം. ഏറ്റവും ഭാരം കൂടിയ ജീവി നീലത്തിമിംഗലം. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. അന്തരീക്ഷവായുവിലെ പ്രധാന ഘടകം നൈട്രജൻ. അന്തരീക്ഷവായുവിലെ പ്രധാന ഘടകം നൈട്രജൻ.
ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്ന അവയവം ചർമ്മം. ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്ന അവയവം ചർമ്മം. രോഗാണുക്കൾ മൂലമല്ലാതെ വരുന്ന ഒരു രോഗം ക്യാൻസർ. രോഗാണുക്കൾ മൂലമല്ലാതെ വരുന്ന ഒരു രോഗം ക്യാൻസർ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? മാർക്കോണി. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? മാർക്കോണി. ഏറ്റവും കൂടുതൽ ഭാരമുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും കൂടുതൽ ഭാരമുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ജലം ആവിയാകുന്നത് എത്ര ഡിഗ്രി ചൂടിലാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ജലം ആവിയാകുന്നത് എത്ര ഡിഗ്രി ചൂടിലാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന തീവണ്ടി സംത് ദോത്ത എക്സ്പ്രസ്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന തീവണ്ടി സംത് ദോത്ത എക്സ്പ്രസ്. ബെസ്റ്റ് ബേക്കറി കേസ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഗുജറാത്ത്. ബെസ്റ്റ് ബേക്കറി കേസ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഗുജറാത്ത്. ഫാൽക്കെ അവാർഡ് ഏതു മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്? സിനിമ. ഫാൽക്കെ അവാർഡ് ഏതു മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്? സിനിമ. അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതിയിലുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജയായ ശാസ്ത്രജ്ഞ കൽപ്പന ചൗള. അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതിയിലുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജയായ ശാസ്ത്രജ്ഞ കൽപ്പന ചൗള. കേരള ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തിരുവനന്തപുരം. കേരള ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തിരുവനന്തപുരം. അൽ ഖയ്ദ എന്ന ഭീകര സംഘടനയുടെ തലവൻ ഒസാമ ബിൻ ലാദൻ. അൽ ഖയ്ദ എന്ന ഭീകര സംഘടനയുടെ തലവൻ ഒസാമ ബിൻ ലാദൻ. മൈക്കൽ ഷുമാക്കർ ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടയാളാണ്? കാറോട്ടം. മൈക്കൽ ഷുമാക്കർ ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടയാളാണ്? കാറോട്ടം. 2004 വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് നായകൻ സ്റ്റീവ് വോ. 2004 വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് നായകൻ സ്റ്റീവ് ലോ. എവിടെയാണ് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത്? ബാഗ്ദാദ്. എവിടെയാണ് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത്? ബാഗ്ദാദ്. അധ്യാപക ദിനം എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ 5. അധ്യാപക ദിനം എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ 5. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഏറ്റവും കൂടുതൽ കാലം ഒരു സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി ജ്യോതി ബസു. ഏറ്റവും കൂടുതൽ കാലം ഒരു സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി ജ്യോതി ബസു. 2004 ഒളിമ്പിക്സ് മത്സരങ്ങൾ എവിടെയാണ് നടത്തപ്പെട്ടത്? ഗ്രീസ്. 2004 ഒളിമ്പിക്സ് മത്സരങ്ങൾ എവിടെയാണ് നടത്തപ്പെട്ടത്? ഗ്രീസ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിൽഖ സിംഗ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിൽഖ സിംഗ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ബുക്കർ സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരി അരുന്ധതി റോയ്. ബുക്കർ സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരി അരുന്ധതി റോയ്. അർജുന അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്പോർട്സ്. അർജുന അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്പോർട്സ്. തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനം രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനം രാമകൃഷ്ണ മിഷൻ. കേരളത്തിലെ ഒരു പരിസ്ഥിതി ടൂറിസ്റ്റ് കേന്ദ്രം തെന്മല. കേരളത്തിലെ ഒരു പരിസ്ഥിതി ടൂറിസ്റ്റ് കേന്ദ്രം തെന്മല. ജാലിയൻ വാലാബാഗ് സംഭവം ഏത് സംസ്ഥാനത്താണ് ഉണ്ടായത്? പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് സംഭവം ഏത് സംസ്ഥാനത്താണ് ഉണ്ടായത്? പഞ്ചാബ്. കർഷകന്റെ സുഹൃത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മണ്ണിര. കർഷകന്റെ സുഹൃത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മണ്ണിര. ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മിസൈൽ. ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മിസൈൽ. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ക്രിക്കറ്റ് ടീമിൽ എത്ര അംഗങ്ങളുണ്ട്? 11. ക്രിക്കറ്റ് ടീമിൽ എത്ര അംഗങ്ങളുണ്ട്? 11. വീണപ്പൂവ് എന്ന കാവ്യത്തിൻ്റെ കർത്താവ് കുമാരനാശാൻ. വീണപ്പൂവ് എന്ന കാവ്യത്തിൻ്റെ കർത്താവ് കുമാരനാശാൻ. പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? തമിഴ്നാട്. പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? തമിഴ്നാട്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പേസ്.
ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാൻഡർ പേഴ്സ്. ഏഷ്യാഡിൽ മെഡൽ നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഞ്ജലി ഭാഗവത്. ഏഷ്യാഡിൽ മെഡൽ നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഞ്ജലി ഭാഗവത്. ഇന്ദിരാഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശക്തിസ്ഥാൻ. ഇന്ദിരാഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശക്തിസ്ഥാൻ. ടിപ്പു സുൽത്താൻ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു? മൈസൂർ. ടിപ്പു സുൽത്താൻ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു? മൈസൂർ. വ്യാജമുദ്രപത്ര കുംഭകോണത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി അബ്ദുൽ കരീം തെൽഗി. വ്യാജമുദ്രപത്ര കുംഭകോണത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി അബ്ദുൽ കരീം തെൽഗി. ഏറ്റവും വേഗം കൂടിയ മൃഗം ചീറ്റ. ഏറ്റവും വേഗം കൂടിയ മൃഗം ചീറ്റ. ഇന്ത്യ പരമാധികാര സ്വാതന്ത്ര്യ റിപ്പബ്ലിക്കായത് ഏതു വർഷമാണ്? 1950. ഇന്ത്യ പരമാധികാര സ്വാതന്ത്ര്യ റിപ്പബ്ലിക്കായത് ഏതു വർഷമാണ്? 1950. ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ? വൈസ് പ്രസിഡന്റ്. ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ? വൈസ് പ്രസിഡന്റ്. താജ്മഹൽ നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ഷാജഹാൻ. താജ്മഹൽ നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ഷാജഹാൻ. ഏത് വർഷമാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? 1948. ഏത് വർഷമാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? 1948. എത്ര വർഷത്തെ ഇടവേളയിലാണ് ജനസംഖ്യാ സെൻസസ് എടുക്കുന്നത്? 10. എത്ര വർഷത്തെ ഇടവേളയിലാണ് ജനസംഖ്യാ സെൻസസ് എടുക്കുന്നത്? 10. ശബരിമല ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പത്തനംതിട്ട. ശബരിമല ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പത്തനംതിട്ട. ബിൽ ഗേറ്റ്സ് ഏതു മേഖലയിൽ കഴിവ് തെളിയിച്ചയാളാണ്? വിവരസാങ്കേതിക വിദ്യ. ബിൽ ഗേറ്റ്സ് ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ്? വിവരസാങ്കേതിക വിദ്യ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ടെൻസിംഗ് നോർഗെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ടെൻസിംഗ് നോർഗെ. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. കേരള സംസ്ഥാനത്തെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരള സംസ്ഥാനത്തെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ജൂൺ 5. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഇന്ത്യയിൽ ഓയിൽ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? ബോംബെ. ഇന്ത്യയിൽ ഓയിൽ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബോംബെ. അമർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. അമർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. ഇന്ദുലേഖ എന്ന കൃതിയുടെ കർത്താവ് ചന്തു മേനോൻ. ഇന്ദുലേഖ എന്ന കൃതിയുടെ കർത്താവ് ചന്തു മേനോൻ. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ.ഒ. ഹ്യൂം. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ രാജ്യത്ത് എനിക്ക് 6 അടി മണ്ണ് എന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ധീരദേശാഭിമാനി ആരാണ്? മൗലാന മുഹമ്മദ് അലി. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ രാജ്യത്ത് എനിക്ക് 6 അടി മണ്ണ് എന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ധീരദേശാഭിമാനി ആരാണ്? മൗലാന മുഹമ്മദ് അലി. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന മലയാളി കെ.ആർ. നാരായണൻ. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന മലയാളി കെ.ആർ. നാരായണൻ. കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ കേരള വനിത സുഗതകുമാരി. കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ കേരള വനിത സുഗതകുമാരി. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സിനിമാ നടി നിലമ്പൂർ ആയിഷ. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സിനിമാ നടി നിലമ്പൂർ ആയിഷ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് 1857 ശിപ്പായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് 1857 ശിപ്പായി ലഹള. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച വർഷമേത്? 1991. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച വർഷം 1991. സൗദി അറേബ്യയുടെ തലസ്ഥാനം മെക്ക. സൗദി അറേബ്യയുടെ തലസ്ഥാനം മെക്ക. അപ്പോൾ നമ്മളിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 മുൻവർഷ ചോദ്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.